അല്ലേ ഓണമാണെങ്കിൽ രാവിലെ പള്ളിയിൽ പോകണം. പള്ളിയിൽ പോകാനുള്ള റെഡിയാടി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു ക്ഷീണമാണ്. അപ്പോൾ ഒരു എന്താ പറയുക, പനിക്കോളൊക്കെ ഉണ്ട്. എങ്കിലും പള്ളിയിലും പോകണം. ഓണാഘോഷമൊന്നും ഇല്ല, എന്നാലും പള്ളിയിൽ പോകാനായിട്ടൊക്കെ രാവിലെ വെളുപ്പിനാണ് എണീറ്റ് റെഡിയായി. പക്ഷെ നമ്മുടെ ഇതുണ്ട്, നമ്മുടെ പുള്ളി നല്ല ഉറക്കത്തിലാണ്. ഇയാളെ ഏൽപ്പിക്കുന്നതാണ് ഇപ്പോൾ പാട്. എഴുന്നേറ്റ് വരാനൊക്കെ രാവിലെ ആയതുകൊണ്ട് ഭയങ്കര പാടാണെങ്കിൽ ഏൽപ്പിച്ചു. ആളങ്ങനെ മൂടോഫാണ്. എന്നാലും ഒന്ന് പല്ലൊക്കെ തേപ്പിക്കണം, ബ്രഷ് ചെയ്യിപ്പിക്കുന്ന ഒരു മടിയാണ്. പിന്നെ നമ്മുടെ ഒറിഫ്ലെയിമിൻ്റെ സ്ട്രോബെറിയുടെ പേസ്റ്റുള്ളതുകൊണ്ട് ബ്രഷൊക്കെ ചെയ്യും, മടിയൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് കാണിക്കുന്നതുകൊണ്ട് ബ്രഷ് ചെയ്യും. പിന്നെ ഞങ്ങൾ റെഡിയായി ഡ്രസ്സൊക്കെ മാറി എന്നാൽ ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് വിളിച്ചപ്പോഴത്തേക്കും പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. പുള്ളി അങ്ങോട്ട് ഒറ്റ പോക്ക് പോയി. കണ്ടോ, ദേഷ്യപ്പെട്ട് നിൽക്കുവാണ്. ആകപ്പാടെ എന്താ പറയുക, രാവിലെ വിളിച്ചെഴുന്നേൽപ്പിച്ച് എൻ്റെ ദേഷ്യം എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്നാളും പള്ളിയിൽ പോവുകയാണ്. പള്ളിയിൽ പോയിട്ട് വരാൻ ചെറിയ ചുമയും പനിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഓണാഘോഷമൊന്നുമില്ല. പിന്നെ ജസ്റ്റ് ഒരു എന്തെങ്കിലും എന്താ പറയുക, സെറ്റ് സാരി കൊടുക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നു. നടക്കുമെന്ന് അറിയില്ല. എന്തായാലും പള്ളിയിലൊക്കെ പോയിട്ട് വന്നു, റെഡിയായി. ഇവിടെ ഒരു ക്ഷീണമായതുകൊണ്ട് സുഖമില്ല. പിന്നെ ഇവിടെ ആൾ വണ്ടി ഓടിയാണ്. എന്താ പറയുക, പള്ളിയിൽ കഴിഞ്ഞിട്ട് പുള്ളിയുടെ എല്ലാ പരിപാടിയിലേക്ക് നീങ്ങിയേക്കുന്നു. പിന്നെ നമ്മുടെ അത്തപ്പൂക്കളെ കൂടി ഇങ്ങനെ വാടിയൊക്കെ ഇരിപ്പുണ്ടെങ്കിലും ഓണമായതുകൊണ്ട് കളഞ്ഞില്ല, അവിടെ വെച്ചേക്കുവാണ്. പുള്ളിയുടെ പരിപാടിയിലാണ്. വണ്ടി ഓടിയിട്ടും ബഹളം. പിന്നെ നല്ല കാലാവസ്ഥയാണ് കേട്ടോ. എന്തായാലും മഴയൊന്നുമില്ല. ഞങ്ങളുടെ ഇങ്ങോട്ട് എപ്പോഴും തന്നെ മഴയാണ് കേട്ടോ. ഇപ്പം മഴയൊന്നുമില്ല, നല്ല തെളിഞ്ഞ കാലാവസ്ഥയിൽ നിന്ന് ഓണമായിക്കൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോകും. എന്നാൽ പിന്നെ താമസിക്കേണ്ട. എനിക്ക് എന്നെക്കൊണ്ട് സാരി എടുക്കാനൊന്നും പറ്റുന്നില്ല, പനിയായതുകൊണ്ട്. അപ്പോൾ പുള്ളിയുടെ ഒരു വീഡിയോ ഒക്കെ എടുത്തേക്കാന്ന് വിചാരിച്ചുകൊണ്ട് എടുത്തതാണ്. ഒരു രക്ഷയില്ല, ഒരു തരത്തിലാണ് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നത്. പൂവൊക്കെ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് പൂവൊക്കെ ഒന്ന് കടിച്ച് നോക്കും, നല്ല രുചിയാണെന്ന് തോന്നുന്നു. പിന്നെ അതിനിടയ്ക്ക് പുള്ളിയുടെ കാലയിൽ എന്തോ ചൊറിയുന്നു, കാല് നോക്കാൻ പോകുന്നു. ആകപ്പാട് ബഹളമാണ്. കണ്ട, പൂവൊക്കെ കടിച്ച് നോക്കുക. എന്തോ ഒരു പാടാന്ന് തോന്നുന്നു. ഒരു ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ എന്തേലും ഇടാൻ സമ്മതിക്കില്ലായിരുന്നു. പിന്നെ ഒരു തരത്തിൽ പറഞ്ഞ് സമ്മതിപ്പിച്ച്, പിന്നെ നിൽക്കില്ലല്ലോ. ചിരിക്കാൻ പറയുമ്പോൾ ഹി എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുക. ഒരു തരത്തിലാണെന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് പുള്ളിയുടെ വീഡിയോ കാണണം, പുള്ളിക്ക് സ്വന്തമായിട്ട് എടുക്കണം. അങ്ങനൊരു ബഹളം. അതൊക്കെ കഴിഞ്ഞ് ഒരു തരത്തിൽ പറഞ്ഞ് സമ്മതിപ്പിച്ച് നിൽക്കില്ല, ഒരു 5 മിനിറ്റ് പോലും. അവിടെ പോയി നിൽക്കാനൊക്കെ പറഞ്ഞ് ഒരു തരത്തിൽ ഫോട്ടോ എടുപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. അതിൻ്റെ ഇടയ്ക്ക് പുള്ളി ജനലിൻ്റെ കണ്ണാടി നോക്കാൻ പോകും. ആകപ്പാടെ തിരിഞ്ഞ് ബഹളമാണ്. ദേഷ്യം വരുന്നുണ്ട്. ഹാപ്പി ഓണം പറയാൻ വേണ്ടി ഇഷ്ടപ്പെടുന്നില്ല പുള്ളിക്ക്. ഇവർക്കൊക്കെ മടുപ്പല്ലേ ഇത്. ആകപ്പാട് ദേഷ്യത്തിൽ നിൽക്കുക. ഹാപ്പി ഓണം പറഞ്ഞാൽ കഴിഞ്ഞിട്ട് ഹാപ്പി ഓണം ഒന്നും പറയില്ല, ദേഷ്യമാണ്. എന്തായാലും നമ്മുടെ ഓണം അങ്ങനെ അങ്ങ് പോയി. പിന്നെ പായസം സത്യം പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയില്ല കേട്ടോ. സദ്യയൊന്നും ഉണ്ടാക്കിയൊന്നുമില്ല. ഇത് നമുക്ക് അടുത്തുനിന്ന് തന്നതാണ്. അതുകൊണ്ട് പുള്ളീനെ എന്താ പറയുക, ഓട്ടോയിൽ നിൽക്കുന്ന പുള്ളിക്കാണ് കൊടുക്കാൻ പോകുന്നത്. പുള്ളി എപ്പോഴും ഓട്ടോയിൽ കയറി ഇരിക്കും. അതുകൊണ്ട് കൂടെ അവിടെ പായസം കൊണ്ട് കൊടുത്തു. ഒരു ഭാഗം കുടിച്ചു. അത് കഴിഞ്ഞ് രണ്ടാമത് പുള്ളിക്ക് വേണ്ട, ഇഷ്ടപ്പെട്ടില്ല. പായസം കുടിക്കുന്നതാണ് ഇപ്രാവശ്യം. എന്തോ പുള്ളിക്ക് ഒരു ജലദോഷങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്ന് തോന്നുന്നു. എന്നാൽ നമ്മുടെ ഓണം അങ്ങനെ അങ്ങ് തീർന്നു. ഒരു സുഖമില്ലാത്ത ഓണമായിരുന്നു. അതുകൊണ്ട് പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയില്ല. നല്ല പനി ബഹളം ഒക്കെയാണ്. അതുകൊണ്ടൊരു സുഖമില്ലാതെ പോയി.